എന്താ നടച്ചേട്ടായി നോക്കുന്നേ? ഓ എൻ്റെ അമ്മോ, എടാ ഈ വീടും സ്ഥലവും ഒക്കെ കണ്ടിട്ട് വളരെ ഗംഭീരം തന്നെ. പക്ഷേ ഈ പാറയും കല്ലും മണ്ണും ഒക്കെ കണ്ടിട്ടേ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണെന്ന് തോന്നുന്നില്ല. യേശുവേ, ഭവാനി ചേച്ചി, എന്റെ മക്കളെ അപ്പന് മനസ്സിലായോ? പിന്നെ മനസ്സിലായി, പടവലത്തുള്ളവരല്ലേ? മക്കൾക്കടക്കെ ഓർമ്മയുണ്ടല്ലയോ? പിടിക്കാതല്ലോ എന്റെ കുഞ്ഞ്. ഞാൻ പിന്നെ മറക്കും. എന്റെ പൊന്ന് കേശുവേ, ആ മക്കളെ എടാ നീ അങ്ങ് വല്ലാതെ വളർന്നങ്ങ് പന്തലിച്ചു പോയല്ലോടാ. പന്തലിച്ചിട്ടേ ഉള്ളു, വലിയ ഫലമൊന്നുമില്ല. എടാ വളർന്ന് പന്തലിക്കുമ്പോഴാണ് അതിന് കായും പൂവൊക്കെ ഉണ്ടാവുന്നത്. അന്നേരം ആ ഫലം കിട്ടുന്നത്. മനസ്സിലായോ? കൊലയൊക്കെ ഉണ്ടല്ലോ. എനക്കും വേണോ? ആ നോക്കൂടെ കൊടുക്ക്. ഭവാനി ചേച്ചി, ഇതാരൊക്കെയായി വന്നിരിക്കുന്നേ? എന്റെ ലച്ചുമോളെ. എനിക്ക് സംസാരം കേട്ടപ്പോഴേ തോന്നി പടവലത്തുനിന്നായിരിക്കുമെന്ന്. അല്ല, ഇത് എങ്ങനെ ഇവിടെ എത്തിപ്പറ്റി? അയ്യോ, എത്തിപ്പെട്ട കാര്യം പറയാതിരിക്കും ഭേദം അല്ലേ? അതെ അതെ അതെ, ഞാൻ ഇന്നും കൂടെ എന്റെ പിള്ളേരോട് പറഞ്ഞതേ ഉള്ളന്നേ പടവലത്തെ കാര്യങ്ങളൊക്കെ. പറഞ്ഞ മാത്രല്ല എന്റെ അപ്പൂപ്പ, കരയുകയും ചെയ്യും. ആണോ? ആ കരച്ചില് ഞങ്ങൾ അവിടെ കേട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത്. പടവലം വീടുമായിട്ട് നമ്മളുള്ള ആത്മബന്ധം അങ്ങനെ തന്നെ. മരുമകളിവിടെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ പോവാന്? ഇടയ്ക്കിടയ്ക്ക് ശർക്കരയോട്ട് പോവും, എന്നിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും. വീടൊക്കെ കണ്ടുപിടിച്ച് മക്കളെ, ഭവാനി ചേച്ചി എപ്പോഴും പാറമട വാഴക്കാലം എന്നൊക്കെ പറയുമല്ലോ. ഞങ്ങൾ അവിടെ വന്നൊരു വാഴക്കാലം വന്നൊരു ഓട്ടക്കാരനോട് ചോദിച്ചപ്പം അവനൊന്ന് സംശയിച്ചു നിന്ന്. പിന്നെ അങ്ങോട്ട് മാറി 2-3 ചോദിച്ചപ്പം നമ്മുടെ ഇവിടെ ഉള്ള ആളുകളുടെ പേരും ഒക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. ഒരു ഓട്ടോ പിടിച്ച് പോകത്തൊക്കെ ഒരു ദൂരെ ഉള്ളെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ ഫേമസ് അല്ലേ? അയ്യോ, നിങ്ങള് എവിടെയും ഫേമസ് ആണല്ലോ. எல்லாரும் இங்கே நின்னு பேசாம உள்ள வாங்க, டீ எல்லாம் குடிச்சிட்டு பேசலாம் வாங்க. അതെ, ആദ്യം ചായ തന്നെ ആയിക്കോട്ടെ, പിന്നെ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അല്ല നടേശ, ഇത് എന്തൊക്കെയാ കൊണ്ടുവന്നേക്കുന്നേ? രാജാക്കന്മാരെ വന്ന് കാണുമ്പോ എന്തെങ്കിലുമൊക്കെ കാഴ്ച വസ്തുക്കള് കൊണ്ടുവരണ്ടേ? ഒന്ന് പോ നടേശ, ഇപ്പോഴും നടേശന്റെ നാക്കിന് ഒരു കുറവുമില്ല. അയ്യോ, നാക്കില്ലേ പിന്നെ ഞാനുണ്ടോ? പിന്നെ ഇപ്പൊ ഉടനെ പോണോന്നും പറഞ്ഞോണ്ട് ധൃതി പിടിക്കരുത്. ഊണൊക്കെ കഴിച്ചിട്ട് വെയിലാറിയിട്ട് സമാധാനമായിട്ട് പോയാ മതി. അങ്ങനെ ഉള്ളു, അത്രേ ഉള്ളു. ഞങ്ങൾ അത് അവിടെ വെച്ചാൽ തീരുമാനിച്ചതാ. വണ്ടിക്കുനി മുതലാക്കണ്ടേ? ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. വാ നടേശ, വന്നാട്ടെ. കേറിയ